ഞാൻ പ്രൊഫസർ ലാൽ സി എ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഒരു 12 വർഷത്തിലധികമായിട്ടാണ് നമ്മളിവിടെ സോളാർ പാനൽ ഉപയോഗിക്കുന്നത്. 2013 ഫെബ്രുവരി കൃത്യമായിട്ട് 12 വർഷം മുമ്പാണ് ചെയ്തത്. അപ്പൊ അന്ന് നമ്മൾ സോളാർ പാനൽ ഒരു ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. 4 പാനൽ 1 കിലോ വാട്ടിന്റെ ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് ചെയ്തു. നമ്മളത് അന്ന് ചെയ്യണമെന്ന് വിചാരിക്കാൻ കാരണം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള സൂര്യന്റെ എനർജി ഉപയോഗിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട്, പിന്നെ നിരന്തരമായിട്ടുള്ള പവർ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത്. അപ്പൊ ആ കാലഘട്ടം മുതൽ നമ്മുടെ ഈ സോളാർ ലീഡ്സ് വളരെ ഭംഗിയായിട്ട് ഫുൾഫിൽ ചെയ്ത് തന്നിട്ടുള്ള ഒരാളാണ് BNB അസോസിയേറ്റ്സിലെ ബിജു. അദ്ദേഹത്തിന്റെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ സ്റ്റാഫ്. ഒരുപക്ഷെ സ്ഥാപനത്തിന്റെ ആദ്യ കാലങ്ങൾ മുതൽ ഞാനൊരു കസ്റ്റമറാണ്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് സോളാർ എനർജി എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു രീതിയാണ്. എനർജി നമുക്ക് പരിചയമാണെങ്കിലും സൗരോർജ്ജം ഒരു പുതിയ കാര്യമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം, പ്രത്യേകിച്ചും ഇൻവേർട്ടർ, ഒരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള സംഗതിയാണ്. അപ്പൊ അതിന്റെ ഉപയോഗിക്കേണ്ട രീതികളും ഈ വിവരങ്ങളെല്ലാം നിരന്തരം എനിക്ക് പറഞ്ഞു തന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ബിജു. അതുപോലെ ആ കാലത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് പ്രത്യേക വാണിംഗ് ഒക്കെ ഇമെയിൽ മെസ്സേജ് ആയിട്ട് ഫോണിൽ അയക്കുക. അപ്പൊ അങ്ങനെ ഈ വെറും ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലല്ലാതെ ഈ ഒരു സൗരോർജ്ജം എന്ന് പറയുന്ന ആ ഒരു ഊർജ സ്രോതസ്സിനെ ഏറ്റവും ഭംഗിയായിട്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഉപയോഗിക്കാൻ ധാരാളം അഡ്വൈസ് തന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ 13 മുതൽ BNBയുടെ സർവീസ് നമുക്കുണ്ട്. അത് കാലകാലമായിട്ടുള്ള അപ്ഗ്രഡേഷൻ ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റി 1 കിലോ വാട്ടോടെ കൂട്ടി 2 പാനലൂടെ ആഡ് ചെയ്തു. ഇപ്പോ വീട്ടില് ഞങ്ങൾ 5 പേരുള്ള ഒരു കുടുംബമാണ്. ചില സമയത്ത് 6 പേര് കാണും. അങ്ങനെയുള്ള ഈ വീട്ടിൽ നമുക്ക് ഒരു കറണ്ട് ബില്ല് എന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയാണ് ഒരു മാസം ഇപ്പൊ വരുന്നത്. കാരണം നമ്മള് പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിലല്ല പ്രവർത്തിക്കുന്നത്, അല്ലാതെ ഫ്രിഡ്ജും ഒക്കെ അല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ തന്നെ അതൊരു വളരെ റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിട്ടാണ് തോന്നുന്നത് ഫിനാൻഷ്യൽ സൈഡ് നോക്കിയാൽ. പിന്നെ ഒരിക്കലും കറണ്ട് പോകുന്നില്ല എന്നുള്ളത് ഇൻവേർട്ടറിന്റെ ഒരു സൗകര്യമാണ്. ഇപ്പോ അത് ഈ ഒരു മാസം ഇതിനെ അടുത്തൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഓൺ ഗ്രിഡ് ആക്കാനുള്ള ഒരു മൂവാണ്. അത് BNBക്ക് അതിനുള്ള അഡ്വാൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടപടികളൊക്കെ നടക്കുന്നു. ഈ ആഴ്ച തന്നെ ഇതിന്റെ മെറ്റീരിയൽ എല്ലാം കൊണ്ടുവന്ന് പണി തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഓൺ ഗ്രിഡ് ആയി 3 കിലോ വാട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഈ വീട്ടിലെ ഇന്ധന ആവശ്യം, അതായത് ഇലക്ട്രിസിറ്റി നീഡ്സ് ആ ഗ്രിഡിൽ കവർ ചെയ്ത് പോകും. കറണ്ട് ചാർജ് 0 ആകും സ്വാഭാവികമായിട്ട്. അത് കഴിഞ്ഞ് മിച്ചം വരുന്ന കറണ്ടിന്റെ എമൗണ്ട് KCB തിരിച്ച് തരും. അതൊരു വലിയ ആദായമൊന്നും അല്ലെങ്കിൽ തന്നെ ഇത് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ ആയിട്ട് നമ്മൾ കാണാവുന്നതാണ്. പിന്നെ വലിയ പവർ കൺസംഷൻ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു ഫിനാൻഷ്യൽ ഗെയിൻ കൂടെയാണ് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എയർ കണ്ടീഷണേഴ്സ് ഒന്നും ഉപയോഗിക്കാത്ത കൂട്ടരായതുകൊണ്ട് അങ്ങനെ വലിയ ഒരു ഗെയിൻ അല്ല ഞങ്ങൾക്ക് ഉള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിരമായ ഒരു പവർ സോഴ്സ്, ക്ലീൻ എനർജി, വളരെ അധികം വേറെ ഒരു തടസ്സവും ഇല്ലാത്ത, ഒരു കാർബൺ എമിഷൻ ഒന്നും ഇല്ലാത്ത എനർജി നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളത് അവർ പക്ഷേ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഈ സംവിധാനം വളരെ നല്ലതാണ്. അതില് BNB എന്ന് പറയുന്ന ഏജൻസി ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. ആരംഭം മുതലേ ഞാൻ കാണുന്നതാണ്. വളരെയധികം ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് റിലയബിലിറ്റി അത്രയും ഭംഗിയായിട്ട് വളരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുള്ളത്. സ്റ്റാഫും ഒക്കെ വളരെ പ്രോംപ്റ്റ് ആണ്. പീരിയോഡിക് ആയിട്ടുള്ള സർവീസും ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളം മുഴുവനും പല സ്ഥലങ്ങളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ഏതായാലും നമുക്ക് ഒരു തടസ്സവും കൂടാതെയുള്ള സർവീസ് കാര്യങ്ങൾ കിട്ടുന്നു. ഞാനൊരു വളരെ സന്തുഷ്ടനായ BNB കസ്റ്റമറാണ്.